السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹുവിൻ്റെ തൊട്ട് ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്ത ബഹുമാനപ്പെട്ട ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു സബ്ഉൻ യജ്രി ലിൽ അബ്ദി അജ്റുഹുന്ന വഹുവ ഫീ ഖബ്രിഹി ബഅദ മൗതിഹി. 7 കാര്യമുണ്ട്. ആ കാര്യ മനുഷ്യ ദുനിയാവിൽ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതിലെ ഫല അയാൾ ഖബറിലും പോലും നടന്നുകൊണ്ടിരിക്കട്, അതിലെ ഫല കിട്ടിക്കൊണ്ടിരിക്കട് ഉണ്ട്. നമുക്കെല്ലാം കൊണ്ടുണ്ട് ഒരു മനുഷ്യ മരിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ അമലെല്ലാം തീർന്നു പോകുന്നു. ഇതാ മാതബ്നു ആദമ ഇൻഖത അമലുഹു കുല്ലുഹു. ഒരു മനുഷ്യ മരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അയാൾ നിസ്കരിക്കുകയില്ല, നോമ്പ് പിടിക്കുകയില്ല, എല്ലാ അമലും മുറിഞ്ഞു പോകുന്നു. പക്ഷേ മരിച്ചാൽ പിന്നെയും മനുഷ്യ ഉപകാരം കിട്ടിയ ചില കാര്യങ്ങളുണ്ട്. അതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് മൻ അല്ലമ ഇൽമൻ, ഒരാൾ പിന്നൊരാൾക്ക് ഇൽമു പരിപാടി കൊടുത്തു. ആ ഇൽമു പരിപാടി കൊടുത്തു ഇയാൾ നിന്നിട്ട് ഇൽമു പഠിച്ച ഇയാളെ മരിച്ചാൽ പിന്നെയും അയാളുടെ ദുനിയാവ് ആ ഇൽമുമായിട്ട് അമൽ ചെയ്യുമ്പോഴെല്ലാം അതിലെ കൂലി ഖബറിൽ ഇയാൾ കിട്ടിക്കൊണ്ടിരിക്കരുത്. എന്തെങ്കിലും ഒരു കാര്യം ഞങ്ങൾ പരിപാടി കൊടുക്കണം. ആ പരിപാടി കൊടുത്തതിൽ കൂലി ഞങ്ങൾക്ക് ഇന്നവിടെ കിട്ടും. അപ്പോൾ പരിപാടി കൊടുക്കുക ഉസ്താദുമാരെ ആവട്ടെ എന്തില്ല. ഇന്നത്തെ സോഷ്യൽ മീഡിയത്തെ കാലമായത് കൊണ്ടും ഞങ്ങൾക്ക് നാളെ സോഷ്യൽ മീഡിയത്തിൽ വാട്സപ്പിലും ഫേസ്ബുക്കിലെല്ലാം നല്ല വിഷയം ഞങ്ങൾക്ക് പണ്ട് ആലിമിങ്ങനെ വാളെല്ലാം പണ്ട് ക്ലാസ്സിങ്ങനെ പണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് നാളെ ചങ്ങായിമാർക്ക് ഞങ്ങൾ ഫാർവേഡാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഫാർവേഡാക്കുമ്പോൾ അതിലെ കൂലി ഞങ്ങൾക്ക് എന്താവും അയാൾ അതുമായിട്ട് അമൽ ചെയ്യുമ്പോൾ എല്ലാം ഞങ്ങൾക്ക് അതിലെ കൂലി കിട്ടിക്കൊണ്ടിരിക്കരുത്. മറിച്ചാൽ പിന്നെ ഞങ്ങൾക്ക് കിട്ടരുത്. അത് വലിയൊരു കാര്യമായിട്ട് കിട്ടും. അപ്പോൾ നല്ല നല്ല കാര്യം ഞങ്ങൾക്ക് നല്ല പിന്നെ വാളുങ്ങ ക്ലാസ്സുങ്ങ ഞങ്ങൾക്ക് വന്നിട്ടെങ്കിൽ ഞങ്ങൾ അതെന്തൊക്കെ വേറെ ഞങ്ങൾക്ക് ഫാർവേഡാക്കി കൊടുക്കാം. ബെടക്ക് വന്നെങ്കിൽ അതിലും ഫാർവേഡാക്കി അതിൽ ശിക്ഷയും കിട്ടും. അപ്പോൾ ഇന്നത്തെ ഞങ്ങൾ ഇൽമു പരിപാടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഞങ്ങൾക്ക് മരിച്ചാൽ പിന്നെ ഞങ്ങൾക്ക് കൂലി കിട്ടും ഖബറിലു. അതുപോലെ ഔ ഹഫറ ബിറൻ, ഒരു കിണ ഒരാൾ തോണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കിണത്തിൽ ആരെല്ലാം തന്നി എടുത്തോണ്ടിരിക്കുന്നത് അത്രത്തോളം അതിലെ ഖബറിൽ കൂലി ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കരുത്. തന്നി ചിലത് വലിയൊരു അള്ളാഹുവിൻ്റെ നിയമത്തായിട്ടിരിക്കരുത്. അപ്പോൾ അത് സദക്ക ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയ കൂലിയായിട്ടിരിക്കരുത്. തന്നിലത്ര വലിയ സദക്ക വേറെ ഇല്ല. അപ്പോൾ പിന്നെ അതുകൊണ്ടായിരിക്കുന്ന മഹാന്മാർ നാളെ എ പി ഉസ്താദിനെ പോലത്തെ മഹാന്മാർ എല്ലാം എത്ര തന്നില്ലാത്ത പക്കത്ത് പോയിട്ട് ബോർ തോണ്ടി കൊടുക്കുന്നത് കാണുന്നു. പശ്ചിമ ബംഗാള, ഗുജറാത്ത് ആ ഭാഗത്തെല്ലാം തന്നിൽ മനുഷ്യന്മാർ വളരെ കഷ്ടപ്പെട്ട സന്ദർഭത്തിൽ അവിടെ എല്ലാം മർക്കസ് പോലത്തെ സ്ഥാപൻ്റെ കണക്കിൽ എ പി ഉസ്താദിൻ്റെ മുൻതാലത്വത്തിന് ബോർ തോണ്ടി കൊടുക്കുന്നത്. ഒരു ബോർ തോണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തിൽ ആൾമാർ ആരെല്ലാം തന്നി കുടിക്കുന്ന ആളാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അതിൽ പിന്നെ അതിലെ ആ കുറിച്ച് അതിലെ തന്നിലെ കൂലിയെല്ലാം ഞങ്ങൾക്കത് കിട്ടുക. മറിച്ചാൽ പിന്നെ അത് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കരുത്. അപ്പോൾ തന്നി പിന്നെ ബലകാല സന്ദർഭത്തിൽ പ്രത്യേകിച്ചിട്ടും തന്നി ഞങ്ങൾ എന്താക്കണം കൊടുക്കണം മനുഷ്യന്മാർക്ക്. ചിലപ്പോൾ പക്കത്തിൽ നേരക്കാരുടെ ഞങ്ങൾ തന്നിൻ്റെ വിഷയത്തിൽ ഗരട്ടാക്കുന്നത് കാണും. വെറൂരു അതിനെ ചീപ്പായിട്ടിരിക്കുന്നത് തന്നിൻ്റെ വിഷയത്തിൽ ഗരട്ടാക്കുക തീര ഞങ്ങൾ പരസ്പരം തന്നിലെ കൊണ്ടുവന്നാക്കും ദാനം ചെയ്യണം. വലിയ കൂലിണ്ടത്. ഞങ്ങളെ തൊട്ടടുത്ത ഒരു മഹലിൽ ഒരു ഉസ്താദുണ്ട്. അയാൾ കുറേ കാലം ഖത്തീബല്ലായിട്ടിരുന്ന ആൾ. അയാൾ പിന്നെ ഈ ബലകാല ബന്ധം ഈ ഇങ്ങനെ തന്നില്ലാത്ത ഒരവസ്ഥ വന്നിട്ടായാൽ ഈ ഏപ്രിൽ മേരെ സന്ദർഭം തന്നിക്കില്ല. ആ സന്ദർഭത്തിൽ അയാൾ സ്വന്തമായിട്ട് അയാൾ ഔത്തുള്ളതായ കിണറ്റിലെ പിന്നെ പമ്പടിച്ചിട്ട് എല്ലാവർക്കും ആ ഭാഗത്തുള്ള ആൾമാർ തന്നി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടുണ്ട്. അപ്പോൾ കറണ്ട് ബില്ല് അയാളേ കൊടുക്കുള്ളൂ. അയാൾ ഒന്നും തന്നിൻ്റെ മഹത്വം എന്തിനുണ്ട്. അതുകൊണ്ടായിട്ടിക്കട് ഗറസ നഖലൻ, അല്ലെങ്കിൽ അതുപോലെ പിന്നെ എന്തെങ്കിലും തൈ നട്ടു കൊടുത്തെങ്കിൽ ഈത്തപ്പഴത്തും അതുപോലെ തൈ ഒരു മരം നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ കിട്ടുന്നതായ ഫലങ്ങൾ ആരെല്ലാം അത് തിന്നോണ്ടിരിക്കാറ് അതിന് കൂലി കിട്ടും. ഇവിടുത്തെ ചോദിച്ചാൽ പക്ഷിങ്ങ പോലും ഒരു മാങ്ങിന മരമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മരത്തിൽ പക്ഷിങ്ങ അതിൽ കൊത്തി തിന്നിട്ടുണ്ടെങ്കിൽ അതിന് കൂലി ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കരുത്. ബന മസ്ജിദൻ, അല്ലെങ്കിൽ പള്ളി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പള്ളി ഉണ്ടാക്കുന്നത് വലിയ കൂലിയായിരിക്കും. മൻ ബന
ലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈത്തൻ ഫിൽ ജന്ന ചെന്ന് പള്ളി ആരെങ്കിലും ഉണ്ടാക്കി കൊടുത്തെങ്കിൽ അള്ളാഹു സ്വർഗത്തിൽ ഭവനം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ പള്ളി ഉണ്ടാക്കുക അത്ര കാശില്ലല്ലേ ചെന്നിട്ട് ആരും ബേജാറാവണ്ട. കാശില്ലെങ്കിൽ എന്തേ പള്ളി ഉണ്ടാക്കേണ്ടെങ്കിലും പള്ളി ഉണ്ടാക്കും നമുക്ക് തീരില്ലെങ്കിൽ പള്ളിക്ക് ചെറിയ ചെറിയ ദാനധർമ്മം നമുക്ക് ചെയ്യാവിടല്ലേ. പള്ളിക്ക് ലൈറ്റ്, പള്ളിക്ക് ഫാൻ, ഇങ്ങനത്തെ എല്ലാം നമുക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടുത്തോളം അത് നടക്കണം. അവിടുത്തെല്ലാം നമുക്ക് ഖബറിൽ കൂലി കിട്ടിക്കൊണ്ടിരിക്കട്. വർറസ മുസ്ഹഫൻ അല്ലെങ്കിൽ മുസ്ഹഫിടെ നിങ്ങൾ കൊടുത്ത പരിശുദ്ധമായ ഖുർആൻ്റെ നിങ്ങൾ എന്താക്കിയ ഒരാൾ കൊടുത്ത എത്രത്തോളം അതിൽ ഖുർആൻ്റെ മനുഷ്യന്മാർ ഓതിയണ്ടിക്കട അവിടുത്തോറും അതിൽ കൂലി കിട്ടിയണ്ടിക്കട്. അതുപോലെ മേറ്റിക്കട് താലിമിങ്ങോ കിതാബ് നിങ്ങൾ കൊടുത്തോണ്ടിക്കടെ. എത്ര ആൾമാർ അങ്ങനത്തെ ഉള്ള നാ പഠിക്കുന്ന സന്ദർഭത്തിൽ ഒരാൾ എന്നെ വിളിച്ചിട്ട് നിങ്ങൾക്ക് കിതാബ് തൻ്റെ ഉസ്താദ് നിങ്ങൾ പഠിക്കുമ്പോൾ എത്ര കിതാബ് അതെല്ലാം നല്ല കണക്കിൽ ചെന്നിട്ട് ഇപ്പോഴും പാവത്തൊരു വ്യക്തിയായിട്ട് ഇന്നത്തായാലും ഇനി പൈസ കാരണമൊന്നുമല്ല. അങ്ങനെ ഞാൻ പഠിച്ചിട്ട് പാസ്സാവത്തോളും ഡിഗ്രി ആവത്തോളും നമുക്ക് കിതാബിൻ്റെ പൈസ ആയി തന്നുകൊണ്ടിരുന്നത്. ഇപ്പം അയാൾ ഖബറിലുണ്ട്. അള്ളാഹു അയാളെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. ഇങ്ങനെ മുതലിമിങ്ങും കിതാബ് കൊടുക്കുന്നതും വലിയ കൂലിയുള്ള കാര്യമായിട്ട്. ഔ തറക്ക വലതൻ യസ്തഗ്ഫിറു ലഹു ബഅദ മൗതിഹി അല്ലെങ്കിൽ അയാൾ മരണപ്പെട്ടതിന് ശേഷം അയാൾക്ക് വേണ്ടി ദുആറക്കടതായ മക്ക, അയാൾ വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തതായ മക്ക, അങ്ങനെ മക്ക പിന്നെ അയാൾക്ക് വേണ്ടി ദുആർന്നിട്ടിക്കട് അയാളെ വർഷത്തോർക്ക് ദുആലാക്കിയിട്ട് അയാൾക്ക് വേണ്ടി ദാനധർമ്മ ചെയ്ത മക്ക എന്നെങ്കിലും ആ മക്കളെ കൊണ്ടും അയാൾക്ക് എന്താവും മരണപ്പെട്ടതിന് ശേഷം അതിൻ്റെ ഫല തിന്നുകാവുള്ളൂ. ഇന്നത്തെ കാലത്തിൽ ഞങ്ങളുടെ മക്കളെ നമുക്ക് വിശ്വാസമില്ല. ചെറിയ മക്ക ഇപ്പോഴേ ഞങ്ങൾ ഓർമ്മയില്ല. മക്ക ഇപ്പോൾ നോക്കി സോഷ്യൽ മീഡിയത്തിലേക്ക് മൊബൈൽ വന്നത് കൊണ്ടും മക്ക അബ്ബമാരുടെ മേലെ ഓർമ്മയില്ലാണ്ടായിട്ട് അങ്ങനത്തെ സന്ദർഭത്തിൽ മറിച്ചാൽ പിന്നെ ആ മക്ക ഞങ്ങളുടെ മേലെ എന്താക്കൂ ചെല്ലത് വലിയൊരു പ്രശ്നാർത്ഥകമായിട്ട് ബാക്കിയായിട്ട്. അപ്പോൾ ആ മക്കളെ ഞങ്ങൾ പടിപാട്ടി കൊടുക്കണം. അതെങ്ങനെ ഞങ്ങൾ സ്വന്തമായിട്ട് ഞങ്ങളെ അബ്ബയുടെ ഉമ്മടെല്ലാം ആണ്ട് എല്ലാം ആക്കിയിട്ട് പോകണം. അപ്പം പിന്നെ മക്ക തന്നെ പോകും എൻ്റെ അബ്ബടെ ആണ്ടെല്ലാം ആക്കിയിട്ട് അപ്പം ഞങ്ങൾ അത് ആക്കണോ ചൊല്ല ഒരു എന്ത് പണ്ട് ഒരു ഓർമ്മ ഞങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. പ്രാക്ടിക്കലായിട്ട് അത് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ നിലയ്ക്ക് ഈ 7 കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ മരണപ്പെട്ടാൽ പിന്നെയും അതിലെ കൂലി നമുക്ക് കിട്ടും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുപോകാൻ നമുക്ക് അള്ളാഹു തൗഫീക്ക് തരട്ടെ. എല്ലാ വഴിപാട്ടിലും അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ബണ്ടാഫത്ത് മുസീബത്ത് തൊട്ട് ഞങ്ങളെയും കുടുംബത്തെ കാത്തുരക്ഷിക്കട്ടെ. നല്ല ഉമ്മാബു അള്ളാഹു ദീർഘായുസ്സും ആഫിയത്ത് കൊടുക്കട്ടെ. നാളെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. ആമീൻ ബിഫദ്ലിഹി സ്വല്ലല്ലാഹു അലൈഹി